കുറേ നാളത്തെ ഒരു കാത്തിരിപ്പ്, അതായത് ഒരു 6 months ഒരു ഡിലേ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എടുക്കും ടു ഡെൻമാർക്ക് എന്ന സ്ഥലത്തിട്ട്. ഡെൻമാർക്കിൽ ആൾബാഗ് എന്നാണ് നമ്മൾ പോകുന്ന ഒറിജിനൽ ഡെസ്റ്റിനേഷൻ്റെ പേര്. അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് ബോർഡ് ചെയ്ത് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ടാകും. നമ്മളെടുക്കുന്ന 2-3 വീഡിയോയ്ക്കകത്ത് എന്തായാലും കാണും. കാരണം മൈക്ക് യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ വീഡിയോസും കാര്യമെല്ലാം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ വോയിസ് കൊടുക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും നോയ്സസ് ഉണ്ടാവും. ഇഗ്നോർ ചെയ്യുക പ്ലീസ്. വീഡിയോ ഇഗ്നോർ ചെയ്യാൻ ലെട്ട് പറഞ്ഞ് ഈ വോയിസ് വരുന്ന സംഭവം ഒന്ന് ഇഗ്നോർ ചെയ്യുക പ്ലീസ്. പാഡ് മീ, നമുക്ക് സെറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ചെയ്യാം. അങ്ങനെ നമ്മൾ ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. റൺവേയിൽ ഫ്ലൈറ്റ് ഖത്തർ എയർവേസ് ആണ് ഫ്ലൈറ്റ് ടു ദോഹയിൽ നിന്ന് വീണ്ടും നമ്മുടെ കോപ്പൻഹാഗനിൽ നിന്ന് ആൽബർഗ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്തിട്ട് ഏരിയൽ വ്യൂ കാണുമ്പോൾ, കൊച്ചിയിലെ ഏരിയൽ വ്യൂ കാണുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടോ ഇവിടുന്ന് പോകാൻ നേരത്ത്? എനിക്കതുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ്. അതുപോലെ എനിക്കെന്തോ ചെറിയൊരു വിഷമം പോലെ തോന്നുന്നുണ്ട്, ഒരു പുൾ ബാക്ക് കിട്ടുന്ന പോലെ. അത് കിട്ടുന്ന ഫുഡാണ്, ഈ ഫ്ലൈറ്റിലുള്ള കിട്ടുന്ന ഫുഡ് വലിയ കുഴപ്പമില്ല. കാരണം ഇത് നമ്മുടെ ഖത്തർ എയർവേസ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഹോസ്പിറ്റാലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേഗം തന്നെ ദോഹയിൽ ഒരു 2-3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഈ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ്, നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, നമുക്കത് ചെയ്യാം. തിരിച്ച് വരുമ്പോൾ എന്തായാലും ലേ ഓവർ കൂടുതലുള്ള ഫ്ലൈറ്റ് എടുത്തിട്ട് ഇവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതായത് ദോഹയിൽ അടുത്ത ടെർമിനൽ നോക്കി നടക്കുവാണ്. നമുക്കിവിടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബാഗേജ് ത്രൂ ആണ് ടു അവിടെ നമുക്ക് കളക്ട് ചെയ്താൽ മതി ആൽബാഗിൽ നിന്ന്. ഓൺ ടൈമിൽ തന്നെ ബോർഡിംഗ് കോൾ അനൗൺസ് ചെയ്തു. ബോർഡിംഗ് ഗേറ്റിൽ നമ്മളെത്തി. C84 ആണ് നമ്മുടെ ഗേറ്റ്. ഫ്ലൈറ്റിൽ ടു കോപ്പൻഹാഗൻ. നിങ്ങൾക്ക് ആ മോണിറ്ററിൽ കാണാം, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കത് കാണാവുന്നേ ഉള്ളൂ. അധികം ആൾക്കാരില്ലാന്ന് നമുക്കിപ്പോൾ തോന്നും, പക്ഷെ നല്ല ആൾക്കാരുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഓൺ ടൈമിൽ നമ്മൾ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടാൽ നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു ബോർഡിങ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ പറയാൻ പറ്റും. ഇപ്പോൾ ഫിൻലാൻഡ് എയറിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എയർലൈൻ തന്നെയാണത്. സ്റ്റാർ എയർലൈൻ മെമ്പറാണ് ഇവർ. അത് നല്ലൊരു ഫെസിലിറ്റീസ് ഇവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ഫ്രം ഖത്തർ എയർവേസിൻ്റെ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അവർ നോക്കിയും കണ്ടും മാത്രമേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നല്ല ഫുഡും നല്ല ഒരു ട്രാവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓൺ ടൈമിൽ തന്നെ കോപ്പൻഹാഗനിൽ നമ്മൾ ലാൻഡ് ചെയ്തു. അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഓൺ ടൈമിൽ തന്നെ വേഗം ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അതിൻ്റെ ബോർഡിംഗ് കോളിംഗ് കാണിച്ചു. Together with the crew of the flight, we hope you enjoy your journey and we wish you happy holidays. Plan off ആവുകയാണ് ടു ഡെൻമാർക്ക്. കുറേ കറങ്ങി കുറേ കഷ്ടപ്പെട്ട് ലാസ്റ്റ് സാൻഡാസ് ടെറിട്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Cabin crew boarding is completed. ഇപ്പോൾ യൂറോപ്യൻ റേഞ്ചിലോട്ട് ട്രാവൽ ചെയ്യുന്നത് വലിയ അവിടെയുള്ള ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈവനിങ് 3 മണിയാകുമ്പോഴത്തേക്ക് സൺ എന്ന സാധനം ഉണ്ടാവത്തില്ല, ഫുള്ളി ഡാർക്ക് ആയിരിക്കും. കാരണം വിൻ്റർ എന്നുള്ള സംഭവം, വിൻ്റർ ഈസ് കെയിം എന്ന് പറയാം. നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൽബർഗിലായിട്ട് 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ ലാൻഡിങ് വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു ഫ്ലൈറ്റിൽ.
ഇവിടെ നിന്ന് നടന്നു വരുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം ഈ എയർപോർട്ടിൻ്റെ പുറത്ത് ഈ രാജ്യത്തും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു സംഭവം ഇല്ല. കാരണം ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. ആകപ്പാടുള്ളത് ഒറ്റ ജാക്കറ്റ് മാത്രം. അതും ഇതും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്ത് പോകത്തില്ല, ഈ തണുപ്പും തമ്മിൽ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല പണി കിട്ടുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. പിന്നെ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് സീസണും കൂടെയാണ്. എല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എയർപോർട്ടും ഈ സ്ഥലം മൊത്തം നല്ല ക്രിസ്മസിൻ്റെ വേണ്ടിയിട്ട് സ്ട്രീറ്റ് അടക്കം എല്ലാം നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നടക്കുമ്പോൾ പോലും കൂഞ്ഞ് നടക്കുന്നൊരവസ്ഥയിലായിട്ടാണ് നടക്കുന്നത്. ഇനിയാണ് രസം. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്നുണ്ട് നേരം കുറേ. അവിടെ നിന്നാണ് ഈ ഫുഡും തരുന്നില്ല, ഒന്നും തരുന്നില്ല. വെയിറ്റ് ചെയ്ത് മനുഷ്യൻ്റെ എന്നെ ആണി പറയാന്ന് കേട്ടിട്ടുണ്ടോ? ഹമ്മാർ ലെവലായിരുന്നു. അകത്ത് നല്ല ചൂടും പുറത്തും നല്ല തണുപ്പും. എന്തെങ്കിലും ഹോട്ടായിട്ട് കിട്ടിയിരിക്കും പണി വാളുന്ന അവസ്ഥ. കുറച്ചേരം വെയിറ്റ് ആയിട്ടാണ് ആശാൻ എന്തോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് പോലും തമ്പുരാന് മാത്രം അറിയാം. കഴിച്ചു വെക്കാം. കുറേ ചിക്കനും ബ്രെഡിൻ്റെ ഇട്ടും പിന്നെ അതുപോലെ തന്നെ കുറേ ലീവ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്ന സോഡ കേട്ടോ, വേറെ ഒന്നുമല്ല. ആരും തെറ്റിയിരിക്കണ്ട. സോഡ വെറും സോഡ മാത്രമേ ഉള്ളൂ. എന്നിട്ട് വേറെ ഒന്നുമായിട്ട് ആരും തെറ്റിയിരിക്കണ്ട കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം റൂമിൽ പോയി കിടന്നൊന്ന് ഉറങ്ങാൻ. അല്ല, റൂമിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ചെയ്യും. Okay, it's time to sleep, guys. So bye. Catch you later. Good night. ഇതിൻ്റെ ഇടയ്ക്കും കുറേ കാലം സംഭവിച്ചായിരുന്നു. നമുക്ക് 1 മണിക്ക് തന്നെ തിരിച്ച് ഓൺ ബോർഡ് ഷിപ്പിലായിട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നു. കാരണം 2 ദിവസം നമ്മുടെ ഷിപ്പ് ഇവിടെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഓൺ ബോർഡ് കയറിയിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ കയറി. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നാവിഗേഷൻ ഡെക്ക്. ഒരു ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിലുള്ള സ്റ്റെയർ, അതായത് നമ്മൾ ഷിപ്പ് റൺ ചെയ്യുന്ന പോർഷൻ. നാവിഗേഷൻ ഡെക്കും അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കോമ്പസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ നിന്നുള്ളടത്ത് ഇറങ്ങിയിട്ട് നേരത്തെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ ഡെൻമാർക്ക് വ്യൂ മൊത്തം കാണാമെന്നുള്ള പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഷിപ്പിൻ്റെ ഡെക്ക് സൈഡ്. ഡെക്ക് എന്ന് വെച്ചാൽ ഷിപ്പിൻ്റെ നിങ്ങൾ നോർമലായിട്ട് കാണുന്നുള്ള സൈഡ് ടോപ്പിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ ഇപ്പോൾ കണ്ട ക്രോസ് ചെയ്ത് വരുന്ന ഷിപ്പ് ഒരു ബൾക്ക് കാരിയറാണ്. അത് നമ്മുടെ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിപ്പിൻ്റെ ഫിൽ വ്യൂ. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ ഇതും കൂടെ നിർത്തുവാണ്. ഇതാണ് ഡെൻമാർക്കിൻ്റെ സ്ട്രീറ്റ് വ്യൂ. ഓൾബർഗിൻ്റെ സ്ട്രീറ്റ് വ്യൂ ഇതാണ്. പിന്നെ ഈ വീഡിയോ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമുക്ക് മാറ്റാം, അടുത്ത പ്രാവശ്യം തൊട്ട് മാറ്റാം. ഈ ജേണി, ഡെൻമാർക്കിൻ്റെ ഈ ജേണി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നേരെ തിരിച്ച് വരാനുള്ള പ്ലാനിങ്ങിലാണ്. ഐ ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ് ദിസ് വീഡിയോ. കുറേ കാര്യങ്ങളും കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഷിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ പേഴ്സണൽ ട്രാവലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പോട് കൂടി തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. താങ്ക് യു ആൻഡ് ക്യാച്ച് യു ലേറ്റർ ഗൈസ്. ഈ വീഡിയോ ഇതുകൊണ്ട് തീരുവാണ്. വിൽ സീ യു സൂൺ.